ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നെല്ലിയാമ്പതി പോത്തുണ്ടി ഡാമിലേക്കാണ്. നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു, ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഡാമിലേക്കും കൂടി ഒന്ന് പോകാമെന്ന്. അല്ലാതെ ട്രിപ്പായിട്ടൊന്നും വന്നതല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം. നമ്മൾ വന്ന സമയം പറയുന്നത് ഒരു ഉച്ച സമയത്തായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ ആ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് കുറേ ചെറിയ ചെറിയ തട്ടുകടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാ ഇപ്പോൾ നമ്മൾ നല്ല ചായയും അതുപോലെ നല്ല ചൂടുള്ള പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് കപ്പയും ബീഫ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതൊരു പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വാപ്പ ബീഫ് കഴിക്കാത്തതുകൊണ്ട് വാപ്പ കാടമുട്ട ബോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് വാപ്പ കഴിച്ചത്. നമ്മളൊരു കപ്പയും ബീഫും ഓർഡർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ഭാഗത്തേക്ക് വരണമെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ വരണം, അല്ലെങ്കിൽ ഒരു മോർണിംഗ് ഒരു 7 o'clock 8 o'clock ആ സമയത്ത് വരണം. നമ്മൾ വന്നത് കറക്റ്റ് ഉച്ച സമയത്താണ്. ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ പെട്ടെന്ന് വന്നതാണ്, അല്ലാതെ ട്രിപ്പായിട്ടൊന്നും വന്നതല്ല. ഇപ്പോൾ ഇതാ ഇവിടെ ചേച്ചി നല്ല കപ്പിയും ബീഫും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കപ്പിയും ബീഫും. അപ്പോൾ ഈ ഭാഗത്ത് വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക, അടിപൊളിയാണ്. ഇത് കൂടാതെ തന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അതിൽ പെട്ടതാണ് പഴംപൊരിയും ബീഫും, അതുപോലെ തന്നെ പഴംപൊരിയും ചിക്കനും. അങ്ങനെ കുറേ കിടിലം വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് കപ്പിയും ബീഫാണ്. അപ്പോൾ ഇതാ ചേച്ചി നമ്മുടെ കപ്പിയും ബീഫും പ്ലേറ്റിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുള്ള കപ്പിയും ബീഫും നല്ല വിശന്നിരിക്കുന്ന സമയത്ത് കിട്ടിയപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, കയറി അങ്ങ് അറ്റാക്ക് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച ശേഷം ഇതാ വീണ്ടും യാത്ര പോവാണ്. നമ്മൾ ഒരുപാട് അങ്ങോട്ട് നെല്ലിയാമ്പതി ആ സൈഡൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് മോൾ ഭാഗം വരെ പോയിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. മുകൾ ഭാഗത്ത് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ വെഹിക്കിൾ നമ്പറും അതുപോലെ തന്നെ ടൈമും എല്ലാം റിപ്പോർട്ട് ചെയ്യണം. പിന്നെ പോയ ശേഷം ഈവനിങ് 6 മണിയാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് റിട്ടേൺ വരണം, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യണം. അങ്ങനെയാണ് റോള്. പിന്നെ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റേ എല്ലാം അവിടെ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കാൻ തോന്നുന്നു. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കേ ഇല്ലാത്തത്. വേറെ ചില ഹോളിഡേയ്സിനോ സൺഡേ ഒക്കെ ആണെങ്കിൽ ഭയങ്കര റഷായിരിക്കും. ഈ ഒരു ഭാഗത്ത് ഭയങ്കര തിരക്കുണ്ടാവും. ഇന്ന് അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ അവിടെ എല്ലാ ഡീറ്റെയിൽസും ടൈമും നമ്പറും എല്ലാം റിപ്പോർട്ട് ചെയ്ത ശേഷം മുകൾ ഭാഗത്തേക്ക് പോവുകയാണ്. ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ പോകണം, എന്നാലും നല്ല ജോളിയായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ പാലക്കാട്ടിലെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒരു മെയിൻ സ്ഥലമാണ് നെല്ലിയാമ്പതി പോത്തുണ്ടി ഡാം. അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും അതുപോലെ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലേസും കൂടിയാണ് നെല്ലിയാമ്പതി. അതുപോലെ തന്നെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനും ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസും കൂടിയാണ് ഈ ഒരു സ്ഥലം. ഒരുപാട് കപ്പിൾസിൻ്റെ ഔട്ട്ഡോറും അതുപോലെ ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ വന്നാൽ കാണാൻ കഴിയുന്നുണ്ടോ. നമ്മൾ വരുന്ന സമയത്തും ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഇതൊരു പോത്തുണ്ടി ഡാമിൻ്റെ ഒരു ഷട്ടറാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഡാമിൻ്റെ ഒരു മുഴുവൻ വ്യൂ തന്നെ നമുക്കിവിടുന്ന് കാണാൻ കഴിയും. നല്ലൊരു ഭംഗിയായൊരു വ്യൂ ആണത്.
നമ്മൾ ഒരുപാട് മുകളിലോട്ടൊന്നും പോയില്ല, കുറച്ച് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വന്നു. നമ്മൾ എല്ലാവരും കൂടെ പോവുകയാണെങ്കിൽ ഒരു രസമായിരുന്നു. ഇപ്പോൾ നമ്മൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പോകുന്ന വഴിയിൽ ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും നൈസായിട്ട് 2 ഫോട്ടോസൊക്കെ അവരെ കൊണ്ട് എടുപ്പിച്ചു. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്ഥലമാണ്. പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണെങ്കിൽ ഇതുപോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് യാത്ര പോകണം. എന്നാലും നമുക്ക് പ്രകൃതി എന്താണെന്നും അതിൻ്റെ ഭംഗി എന്താണെന്നും എല്ലാം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ 2 സൈഡും മരങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തൂടെ നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ചെറിയ കിളികളുടെ സൗണ്ടും അതുപോലെ തന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഉണ്ടാവുക. റിലാക്സ് ആയിട്ട് നമുക്ക് സൂപ്പറായിട്ട് നല്ല ലേസായിട്ട് പോകാൻ പറ്റിയ കിടിലൻ സ്ഥലം കൂടിയാണ് നമ്മുടെ പോത്തുണ്ടി നെല്ലിയാമ്പതി ഡാം. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഡാമുകളിൽ, അതായത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഡാമുകളിൽ ഒരു പ്രധാനപ്പെട്ട ഡാമാണ് പോത്തുണ്ടി ഡാം. പിന്നെ ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ആ സമയത്ത് സിമെൻറ്റ് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഒരുപാട് പഴക്കം ചെന്ന ഡാമുകളിൽ പെട്ട ഒരു ഡാമും കൂടിയാണ് കേട്ടോ ഈ ഒരു പോത്തുണ്ടി ഡാം. അപ്പോൾ എന്തായാലും എല്ലാവരും പാലക്കാട് വരുന്നവരുണ്ടെങ്കിൽ, പാലക്കാട് ആ ഭാഗത്തേക്ക് വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക. നല്ല കിടിലൻ പ്ലേസാണ് നെല്ലിയാമ്പതി പോത്തുണ്ടി ഡാം. നമ്മൾ അങ്ങനെ മുകൾ ഭാഗത്ത് കുറച്ചൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം നമുക്ക് താഴോട്ട് തന്നെ വന്നു. അപ്പോൾ ഡാമിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പാർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് വന്നു. അവിടെയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് ടോയ്സൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ അവിടെയെല്ലാം നമ്മൾ കുറച്ചിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മൾ ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. വാപ്പ വന്നില്ല, ഞാനും ഇക്കയും മാത്രമേ കയറിയുള്ളൂ. കാരണം സ്റ്റെപ്പ് കാണുമ്പോഴേ അറിയാലോ, നല്ല വലിയ സ്റ്റെപ്പാണ്. നമ്മൾ കയറുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടെയാണ് കയറിയത്. പക്ഷേ താഴോട്ട് ഇറങ്ങുമ്പോൾ ആകെ ടയേർഡായി. എങ്ങനെയെങ്കിലും താഴെ എത്തിയാൽ മതിയെന്നായി. കാരണം നമ്മൾ പോയ ഒരു സമയം എന്ന് പറയുന്നത് കറക്റ്റ് ഉച്ച സമയം, 1 മണി 2 മണി ആ സമയത്തിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ അറിയാലോ, നല്ല ചൂട് വെയിലുള്ള സമയമായിരുന്നു. ആ സമയത്താണ് നമ്മൾ ആ സ്റ്റെപ്പൊക്കെ കയറി മുകളിലോട്ട് പോയത്. എന്തായാലും പോയില്ലേ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ ഭാഗത്തേക്ക് കയറി പോയത്. വാപ്പ വന്നില്ല, വാപ്പ താഴെ ഇരുന്നു. ഞങ്ങൾ 2 ആളും കൂടി പോയി കുറച്ച് ഫോട്ടോസും അതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ട് താഴോട്ട് തന്നെ വന്നു. മുകൾ ഭാഗത്ത് പോയ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഡാമിൻ്റെ ഫുൾ വ്യൂ നമുക്ക് അവിടെ മുകൾ ഭാഗത്ത് കയറിയാൽ കാണാം. പിന്നെ ഈയിടെ മുതൽ ഇവിടെ മറ്റേ സൈക്കിൾ റൈഡിങ് അതുപോലെ ചെറിയ സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഡ്വഞ്ചറായി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ കുറേ നമ്മൾ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നടന്ന ശേഷം നമ്മൾ താഴോട്ട് തന്നെ വന്നു. ശരിക്കും ഈ ഒരു പോത്തുണ്ടി ഡാമിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് നെന്മാറിൽ നിന്നും 8 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. അതായത് പാലക്കാട് നിന്ന് 42 കിലോമീറ്റർ ദൂരത്താണ് കേട്ടോ ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഡാമിൻ്റെ മുകൾ ഭാഗത്ത് കയറിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഒരു അടിപൊളി കാഴ്ചയാണ്. അതായത് 3 വർഷവും നല്ല കാവൽ നിൽക്കുന്ന നല്ല മലകളും അതുപോലെ പെയ്യാൻ കാത്തു നിൽക്കുന്ന ഒരു മൂടൽമഞ്ഞും തണുത്ത കാറ്റും അതൊക്കെയാണ് ഈ ഒരു പോത്തുണ്ടി ഡാമിനെ മറ്റുള്ള സ്ഥലങ്ങളെ വെച്ച് ആകർഷകമാക്കുന്നത്, വ്യത്യസ്തമാക്കുന്നത്. ഇതെല്ലാ സഞ്ചാരികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെ വന്നാൽ എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും.
പോയത് ഒരു തിങ്കളാഴ്ച ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സൺഡേ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് നമ്മളുടെ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത്. നമ്മൾ പോയതിൻ്റെ തലേന്ന് നല്ല തിരക്കായിരുന്നു, ഫുൾ തിരക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പോകുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എല്ലാം നന്നായി ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് പോത്തുണ്ടി ഡാമും വിശേഷങ്ങളൊക്കെ. അപ്പോൾ പാലക്കാട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. നല്ല കിടിലൻ പ്ലേസാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രിപ്പൊക്കെ വരാൻ പറ്റിയ കിടിലൻ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കുട്ടിയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.